ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. അപ്പോൾ എനിക്കറിയാം, ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ദിവസങ്ങളല്ല മാസങ്ങളായി. അതുപോലെ തന്നെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അതുപോലെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല, കമൻറ്റിന് റിപ്ലൈയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടം പോലെ ഈ ഇടയ്ക്ക് പോലും കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പറയുന്നതാണ് ഹൗ ടു സ്റ്റാർട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ഇൻ വാട്സപ്പ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ, വലിയ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം, വാട്സപ്പിൽ എങ്ങനെ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് വെബ്സൈറ്റിൻ്റെ ചാർജ് അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ വെബ്സൈറ്റ് ഡിസൈനിങ് സ്കില്ലില്ലാത്തവർക്കാണെങ്കിൽ അത് വലിയ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എങ്ങനെയാണ് വാട്സപ്പിലൂടെ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, ഹൗ ടു സ്റ്റാർട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ഇൻ വാട്സപ്പ് എന്നുള്ളൊരു വീഡിയോ ആണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വാട്സപ്പിലൂടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതിൻ്റെ A to Z കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് കുറച്ച് കാറ്റലോഗ്സും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കസ്റ്റമറിനെ ഡയറക്റ്റ് അതിൽ നിന്ന് ഓർഡർ ഇടാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ആഡ്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് കൊണ്ടുവരേണ്ടത്, ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഓൾറെഡി എൻ്റെ 4 hours വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാം, ടപ്പേ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് തീർക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മളിപ്പോൾ സ്റ്റെപ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ പ്രോസസ്സ് എന്താണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു വിഷ്വൽ മോഡൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് ജസ്റ്റ് പോകാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഞാൻ പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമർ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, നമ്മളുണ്ട്, സപ്ലയർ ഉണ്ട്, സപ്ലയറിൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 200 rupees ആണെന്ന് കൺസിഡർ ചെയ്തോ. നമ്മൾ സെല് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 600 rupees ആണെന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ ആദ്യം എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യും, നമ്മൾ ആഡ്സ് ഈ ഒരു കസ്റ്റമർ കാണുന്നുണ്ടാവും. കണ്ടിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളും ഈ ഒരു കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചാറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, സെയിൽ ഉറപ്പിക്കും. ഒരു 600 രൂപ വരെ നമ്മൾ സെയിൽ ഉറപ്പിച്ച് കഴിഞ്ഞു, സെയിലായിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമറിൻ്റെ ഇൻഫർമേഷനും അതുപോലെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ COD ആണെന്ന് വിചാരിച്ച് ഏതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നമ്മൾ സപ്ലയറിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുവാണ്. അതുപോലെ 200 രൂപ നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ 600 രൂപയിൽ നിന്ന് ഇപ്പോൾ 400 രൂപയേ ഉള്ളൂ. 200 രൂപ നമ്മൾ സപ്ലയറിന് കൊടുത്തു. അപ്പോൾ സപ്ലയർ എന്ത് പറയുകയാണ്, ഓക്കെ, നമ്മൾ ഓർഡറിൻ്റെ ഇൻഫോയും നമ്മൾ ഈ ഒരു 200 രൂപ നമ്മൾ അയച്ചു കൊടുത്തു. അപ്പോൾ സപ്ലയർ എന്ത് ചെയ്യും, ഈ ഒരു പ്രൊഡക്റ്റ് നേരെ നമ്മുടെ കസ്റ്റമറിന് കൊണ്ടെത്തിക്കും. ഓക്കെ, നേരെ കസ്റ്റമറിന് കൊണ്ടെത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ കസ്റ്റമറിന് പ്രൊഡക്റ്റ് കിട്ടി, സപ്ലയറിന് 200 രൂപ കിട്ടി, നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് 400 രൂപ കിട്ടി. ഇതാണ് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്ലയർ ഷിപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മളാണ് ഇപ്പോൾ ഷിപ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മീൻസ് ചില സപ്ലയറുടെ ഡീൽ വയ്ക്കുന്ന സമയത്ത് സപ്ലയർ പറയുവാണ് സപ്ലയർ ഷിപ്പ് ചെയ്യുന്നില്ല, നമ്മളിത് ഷിപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ, അതിൻ്റെ പ്രോസസ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്ലയർ പറയണം എനിക്കിവിടെ ഷിപ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, എനിക്കിവിടെ പാക്ക് ചെയ്ത് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇൻഫർമേഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ 600 രൂപ കിട്ടിയല്ലോ, 600 രൂപ കിട്ടി. നമ്മൾ എന്ത് ചെയ്യും, നേരെ ഈ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യും, നമ്മൾ സപ്ലയറിന് പാസ് ചെയ്ത് കൊടുക്കും. എന്താണ്, ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, പാക്ക് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു 600 രൂപയിൽ നിന്ന് 200 രൂപയും കൂടെ എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു സപ്ലയറിന് അയച്ചു കൊടുക്കും. പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റായ 200 രൂപ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സപ്ലയറിന് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മളതിൽ 400 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. സപ്ലയറിന് 200 രൂപ കിട്ടിക്കഴിഞ്ഞു. ഇനി ഷിപ്മെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഷിപ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിപ്പ് റോക്കറ്റോ അല്ലെങ്കിൽ ഡെലിവറിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് പിക്കപ്പ് അഡ്രസ്സും കൊടുക്കാൻ പറ്റും, അതുപോലെ ഡെലിവറി അഡ്രസ്സും കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പിക്കപ്പ് അഡ്രസ്സ് നമ്മൾ സപ്ലയറിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു, ഡെലിവറി അഡ്രസ്സ് നമ്മൾ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഷിപ്പിംഗ് കൊറിയർ നേരെ ആദ്യം പോകുന്നത് നമ്മുടെ പിക്കപ്പ് അഡ്രസ്സിലായിരിക്കും. പിക്കപ്പ് അഡ്രസ്സിൽ പോയിട്ട് നമ്മുടെ സപ്ലയർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം എടുത്തതിന് ശേഷം നേരെ അതിനെ കൊണ്ട് കസ്റ്റമറിൻ്റെ കയ്യിലുകൊണ്ട് എത്തിച്ചു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് നേരെ നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ വന്ന് എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിന് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടി, സപ്ലയറിന് ആ ഒരു എമൗണ്ട് കിട്ടി, നമുക്ക് നമ്മുടെ മാർജിനും കിട്ടി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ തന്നെ ഷിപ്മെൻറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മനസ്സിലാവാത്തവരാണെങ്കിൽ വീഡിയോ ഒന്നുകൂടെ വാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പ്രോസസ്സ് ഒന്നും കൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മീൻസ് സിമ്പിളായിട്ട് വിഷ്വലി അല്ല, പറയുന്ന രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ പ്രോസസ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ റിയലായിട്ട് നമ്മൾ എന്താണ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ മെത്തേഡ്സ്, കാര്യങ്ങളെല്ലാം ഞാൻ ആൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സപ്ലയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സപ്ലയറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തിരിക്കാം. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു വീഡിയോ പോയിട്ട് വാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് നമ്മുടെ പ്ലാറ്റ്ഫോം സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പ്ലാറ്റ്ഫോമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ വാട്സപ്പാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പ് എന്ന് പറയുന്നത് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 3യിലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പ് 1 and 2 നമ്മൾ ആൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം, കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് സെറ്റപ്പിലേക്ക് പോകാം. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മുടെ വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെസ്സേജ് കാര്യങ്ങൾ, ഇതിപ്പം എനിക്ക് വന്നിട്ടുള്ള മെസ്സേജാണ്. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന ആൾക്ക് എന്താണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. OTP കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. ജസ്റ്റ് അത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു മെസ്സേജ് എന്നൊക്കെ പറയുന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെ മെസ്സേജാണ്. എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. എപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇത്രയും മെസ്സേജ്. സോ നമ്മളിപ്പോൾ എന്താ വാട്സപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്താ ജസ്റ്റ് സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നെയിം എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ബിസിനസ് നെയിം എന്താണോ അത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ലേഡി ലെക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ലോഗോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ലോഗോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാൻവയാണ് നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ക്രോമിൽ കയറിയിട്ട് ക്യാൻവ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് എന്താ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മോർ എടുക്കുക. എന്നിട്ട് ലോഗോ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ സെർച്ച് ചെയ്യുക, ലോഗോ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ലോഗോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ലോഗോ വരുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, വുമൺ ബ്രാൻഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ വുമൺ എന്ന് പറഞ്ഞ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ലോഗോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഇതൊക്കെ പ്രീമിയം ലോഗോസാണ്. ഇപ്പോൾ പ്രീമിയം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ക്യാൻവയിൽ പ്രീമിയത്തിന് ഏകദേശം ഒരു വർഷത്തേക്ക് 4,999 രൂപയാണ് വരുന്നത്. 5,000 അടുപ്പിച്ച് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് 5,000 ഒന്നും കൊടുത്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിന് ഫ്രീ ടെംപ്ലേറ്റ്സും ഉണ്ടാവും. പക്ഷേ ഫ്രീ ടെംപ്ലേറ്റ്സ് ഒന്നും കാണാനായിട്ട് അത്ര രസമുണ്ടാവില്ല. നിങ്ങൾക്ക് ഇതിൽ പ്രീമിയം ടെംപ്ലേറ്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5,000 രൂപ മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 699 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്യാൻവ പ്രോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ലൈഫ് ടൈം ആയിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് 1 വർഷം 2 വർഷമൊന്നുമല്ല, ലൈഫ് ടൈമാണ്. ക്യാൻവ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 10 വർഷമാവാം, 50 വർഷമാവാം, 30 വർഷമാവാം, നമുക്കത് പറയാനായിട്ട് പറ്റില്ല. ഇതിപ്പോൾ നമുക്ക് 1 വർഷത്തേക്കാണെങ്കിൽ പോലും നമുക്ക് വളരെയധികം ലാഭമാണ്. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ലോഗോ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലോഗോയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, എന്താണ് നമ്മുടെ ഇതിൻ്റെ പേര് ലേഡി ലെക്സ് എന്നാണ് ബ്രാൻഡ് നെയിം. അപ്പോൾ ലേഡി ലെക്സ് ബ്യൂട്ടി എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിനെ എന്ത് ചെയ്യുക, സൂം ചെയ്യുക. കാര്യം കഴിഞ്ഞു. അപ്പം ഇത്രയും നല്ലൊരു ലോഗോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രീമിയം ഐറ്റംസിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ലതായിട്ടിരിക്കുന്നത്. നിങ്ങൾ പ്രീമിയം ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ക്യാൻവ പ്രോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കും, കാണാൻ കുറച്ച് വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ഡൗൺലോഡ് കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കണമെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കാം. അങ്ങനെ ഇഷ്ടംപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ക്യാൻവ കൊണ്ട് വേറെ എന്തൊക്കെ യൂസ് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഹോം പേജിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനൊരു കിച്ചൺ ഇൻസൈഡ് ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുകയാണ്. AV ഫയലാണോ? ജസ്റ്റ് ഞാൻ കോപ്പി ഇമേജ് കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു, അപ്ലോഡ് കൊടുത്തു. ജസ്റ്റ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. പേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഞാൻ പേസ്റ്റ് ചെയ്തു.
ഞാൻ എഡിറ്റ് ഇമേജ് കൊടുത്തു. ഓക്കെ, എഡിറ്റ് ഇമേജ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ഡിസൈൻ കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ ഇമേജ് എഡിറ്റ് ചെയ്യാനായിട്ട് വന്നു. ഇതിൽ നമുക്ക് കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പോൾ എഡിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കുറേ ടൂൾ കാണാം. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. ജസ്റ്റ് നിങ്ങളത് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്താൽ നമുക്കിവിടെ മാജിക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. ഇതിനിപ്പോൾ ഒരു മാജിക് ഗ്രാബ് എടുക്കുവാണ്. ഇതൊക്കെ ടൂൾസാണ്, പ്രീമിയം എടുത്തവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ബ്രഷ് എടുത്തു. ജസ്റ്റ് എനിക്ക് ഈ കസേര മാത്രം എനിക്ക് ഇവിടെ നിന്ന് എടുക്കണം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കസേര മാത്രം ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാബ് കൊടുത്തു. കഴിഞ്ഞാൽ എനിക്കിവിടെ നിന്ന് ഈ കസേര മാത്രം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും നല്ല രീതിക്കാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്കിത് മാത്രമല്ല, കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓട്ടോമാറ്റിക് റിമൂവിങ് ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് ആപ്പിൾ എടുത്തു. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്താണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം ഓക്കെ, ഞാൻ ഈ ഒരു ഇമേജ് ഞാൻ എടുക്കുവാണ്. ഇതിപ്പോൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജാണ് അല്ലേ. ഓക്കെ, ഈ ഒരു ഇമേജ് ഞാൻ കോപ്പി ചെയ്യുവാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലിപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനായിട്ട് ഞാൻ ജസ്റ്റ് അവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഞാൻ കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ബാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ മാജിക് എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണ് ഞാൻ കാണിച്ചു തരാം. അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത്. ടൂളാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ എഡിറ്റ് കൊടുത്തു. എഡിറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇമേജ് ഒന്ന് ഞാൻ ചെറുതാക്കണം. ഓക്കെ, ഓക്കെ. അപ്പോൾ അതിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഇമേജ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കുവാണ്. ഇത് മിഡിലിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എഡിറ്റ് എടുത്തു. ഇത് ഞാൻ മാജിക് എക്സ്പാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുവാണ്. മാജിക് എക്സ്പാൻഡ്. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ഫ്രീ ഫോം ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് ഏത് സൈഡിലോട്ടാണോ നമുക്ക് ആവശ്യം അത് ഞാൻ കുറച്ച് നീട്ടി കൊടുക്കുവാണ്. ഇത്രയും കൊടുത്തു. എന്നിട്ട് ഞാൻ എക്സ്പാൻഡ് കൊടുത്തു. അപ്പോൾ എക്സ്പാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഈ രണ്ട് സൈഡ് നമുക്ക് ക്രിയേറ്റ് ആക്കി തരും. നമുക്ക് പ്രൊഡക്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമാണ്. കണ്ടില്ലേ, അവർ ഈ സൈഡെല്ലാം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേറെ ചൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആക്കി തരും. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ജനറേറ്റ് ന്യൂ ടൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ന്യൂ ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്ത് ചെയ്യും, വേറെ ഇമേജസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരും. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം ഫോട്ടോ ചെയ്യാം. ഇഷ്ടംപോലെ ഏത് ഫോട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ അവർ വേറെ മോഡലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോറ് വരുന്ന രീതിയിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇത്രയും രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ടൂളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ മാജിക് എറൈസർ അവൈലബിൾ ആണ്. എനിക്കിപ്പോൾ ഈ ഒരു കസേര വേണ്ട ഇവിടെ. ഞാൻ ജസ്റ്റ് അത് ഞാൻ മായ്ച്ച് കളഞ്ഞു. ജസ്റ്റ് ഞാൻ എറൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചെയർ അവിടെ നിന്ന് മാഞ്ഞു പോവും. അതുപോലെ എന്ത് വേണം നമുക്ക് മായ്ക്കാം കേട്ടോ. എന്ത് സാധനം വേണം. എനിക്കിപ്പോൾ ഈ ഇത് വേണ്ട. ജസ്റ്റ് ഞാൻ എറൈസ് കൊടുത്തു. അത് അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. ഷാഡോ പോലും അവിടെ ഇല്ല. അപ്പോൾ ഇത്രയും നല്ല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ക്യാൻവയിൽ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്കിത് ലോഗോ മാത്രം ക്രിയേറ്റ് ചെയ്യാനായിട്ടല്ല, ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇമേജസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മാജിക് മീഡിയ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഇമേജ് വേണം. എന്ത് ഇമേജാണ്? ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ കൊടുക്കണമല്ലോ. എനിക്ക് ഒരു ഡക്ക് വെള്ളത്തിൽ പോകുന്നതായിട്ട് എനിക്ക് വേണം. ഞാൻ അത് കൊടുക്കുന്നില്ല. ടോയ് ഡക്കാണ് എനിക്ക് വേണ്ടത്. ടോയ് ഡക്ക് സ്വിമ്മിങ് ഫ്ലോട്ടിങ് സ്വിമ്മിങ് അല്ല, ഫ്ലോട്ടിങ് ഇൻ വാട്ടർ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇനി വരുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ജനറേറ്റ് ഇമേജ് കൊടുത്തു.
നമുക്ക് വീഡിയോസ് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ആക്കാം കേട്ടോ. വീഡിയോസ്, ഗ്രാഫിക്സ്, ഇമേജസ്. അപ്പോൾ അതോ ക്ലിയർ കട്ടായിട്ട് എന്ത് ചെയ്തു, ഇമേജസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആകുന്നുണ്ട്. ഇതിൻ്റെ ടോയ് കൊടുത്തുകൊണ്ടാണ് ടോയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വരുത്താം. ഇപ്പോൾ ഒറിജിനൽ വേണമെങ്കിൽ ഒറിജിനൽ അവർ തരുന്നുണ്ടാവും. ഇത് നല്ല പക്കയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇമേജസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഷാർക്ക് ചേസിങ് ദ ഡക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് അഗെയിൻ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണേ. ഇതിലൊക്കെ ആ ഒരു വാട്ടറിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ആ രീതിയിൽ നമുക്ക് ഇമേജസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. കണ്ടില്ലേ? ഇതിപ്പോൾ ഞാൻ റിയലിസ്റ്റിക് കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അൾട്രാ റിയലിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതെന്ത് ഇമേജാണെന്ന് അറിയില്ല. അൾട്രാ റിയലിസ്റ്റിക് ഇമേജും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് തരും. ഈ ഡക്ക് പേടിക്കുന്നതായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് തരും. അതുപോലെ വീഡിയോ നമുക്കിപ്പം നമ്മുടെ കൺട്രിയിൽ അവൈലബിൾ അല്ല. നമുക്ക് VPN കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ പറ്റും. ഞാനത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതുപോലെ നമുക്ക് പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് മാത്രമല്ല, ഇനിയും ടൂൾസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഒരു ഇമേജ് ഉണ്ടെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഇപ്പം ഒരു മാൻ എന്ന് ഞാൻ ജസ്റ്റ് അടിക്കുവാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുന്ന ഒരു ഇമേജ് ഞാൻ എടുക്കുവാണ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വേണ്ട, നല്ലൊരു ഇമേജ് എടുക്കുക. ഓക്കെ, ഞാൻ മാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ ഇമേജസ് വരുന്നുണ്ട്. ഇത് ഞാൻ ഇതെല്ലാം റിമൂവ് ചെയ്യുകയാണ്. ഇതിലിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ അടിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. സിമ്പിളാണ്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ എഡിറ്റ് കൊടുക്കുന്നു. എഡിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റർ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തെടുക്കുകയാണ്. സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് വിൻഡോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിൻഡോ റിഫ്ലക്ഷൻ ഓർ വിൻഡോ എന്ത് കൊടുത്തു കഴിഞ്ഞാലും വിൻഡോ ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ അവർ അനലൈസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ തരുന്നുണ്ടാവും. അപ്പോൾ അതാ ഇവിടെ ഇവർ തന്നെ കുറേ ഇമേജസ് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. വിൻഡോ എന്താണ് ഹൊറിസോണ്ടൽ ലൈൻസ്. ഇപ്പോൾ വിൻഡോ മാറ്റുവാണ്. ഹൊറിസോണ്ടൽ ലൈൻസ് ഷാഡോ ഫ്രം വിൻഡോ എന്ന് ഞാൻ കൊടുത്തു. സോറി, അയ്യോ പോയോ. അതല്ല, നിങ്ങൾക്ക് വേറെ ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടെങ്കിൽ ഇപ്പം ലൈറ്റിനിൻ്റെ ഷാഡോ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടെ ഇൻസ്പയർ അഗെയിൻ ഞാൻ കൊടുത്തു. ജസ്റ്റ് എന്നിട്ട് ഞാൻ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ രീതിക്ക് തന്നെ അവരൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ, ഇത് നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ഇതാ, അവരെ രീതിയിൽ തന്നെ അവർ ക്രിയേറ്റ് ആക്കി തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ബ്ലറാണ്, അത് ലോഡ് ആവുന്നതിൻ്റെ ഇഷ്യൂ ആണ്. ലോഡ് ആകുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോഡായിട്ടുണ്ട്. ഇതാ ഈ ബാക്ക്ഗ്രൗണ്ട് മറ്റേ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു അത്യാവശ്യമായിട്ട് കിടിലൻ ടൂളാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർ ഇയർ 5000 റുപ്പീസ് അടുപ്പിച്ച് വരുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 699 രൂപയ്ക്ക് നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് യൂസ് ചെയ്യാം. ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻവ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ്. 10 ഇയേഴ്സോ 50 ഇയേഴ്സോ 30 ഇയേഴ്സൊക്കെ ആവാം. നിങ്ങൾക്ക് 1 ഇയർ ആണെങ്കിൽ പോലും ഇത് ഭയങ്കരധികം ലാഭമാണ്. 699 രൂപയ്ക്ക് ഇത് ലാഭമാണ്. ഇപ്പോൾ വേണമെന്നുള്ളവരാണെങ്കിൽ എടുക്കുക. ഞാനിപ്പോൾ ഒരു 3 to 5 ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 1 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കിട്ടുമെന്നല്ല, 3 to 5 ഇയേഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. 1 വർഷം ആണെങ്കിൽ പോലും ഇത് ലാഭമാണ്. മീൻസ് 699 രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നത്. എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് 1 വർഷമേ കിട്ടത്തുള്ളൂ എന്നല്ല. ഞാനിപ്പോൾ ഒരു 3 to 5 ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാലും അതിൻ്റെ സപ്പോർട്ട് ടീം എനിക്ക് അതിൻ്റെ സപ്പോർട്ട് ടീം എനിക്ക് അത് റിസോൾവ് ചെയ്ത് തരാറുണ്ട്.
ഇപ്പോൾ വേണമെന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സപ്പിലേക്കായിരിക്കും വരുന്നത്. അവിടെ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ മെയിലും അയക്കാനായിട്ട് പറയും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻവ പ്രോ ഒരു ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലോഗോയും കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അടുത്ത കാറ്റഗറി എന്താണോ അത് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ഇഷ്ടംപോലെ കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയാണ് സെല് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അഡ്രസ്സ്, നിങ്ങളെ ഫുൾ അഡ്രസ്സ് എന്താണോ അതിവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുക, കൊടുത്തിട്ടില്ലെങ്കിലും മാൻഡേറ്ററി ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബിസിനസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പോൾ ബിസിനസ് ഡിസ്ക്രിപ്ഷൻ എവിടെ നിന്നാണ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ചാറ്റ് GPT പോകുന്നു. ചാറ്റ് GPTയിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്രിപ്പയർ എ ബിസിനസ് ഡിസ്ക്രിപ്ഷൻ ഫോർ മൈ ബ്രാൻഡ് ലേഡി ലെഗ്സ് അബൌട്ട് ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് വുമൺ എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആഡ് ഇമോജീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇമോജി ഇട്ടിട്ട് എന്ത് ചെയ്തു, എനിക്ക് ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ആക്കി തന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇതിങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം അങ്ങനെ പേസ്റ്റ് ചെയ്തു. നിങ്ങൾക്കും ഈ ഒരു രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്, ബിസിനസ് അവേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ഫോർ സെലക്റ്റഡ് ഹവേഴ്സ് അല്ലെങ്കിൽ ആൾവേസ് ഓപ്പൺ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓപ്പൺ ഫോർ സെലക്റ്റഡ് ഹവേഴ്സ് എന്നുള്ളതിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മൺഡേ എത്ര ടൈം വരെ വേണം, ട്യൂസ്ഡേ എത്ര ടൈം വരെ വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആൾവേസ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ 24 hours ഉള്ളതിനാണ് ആൾവേസ് ഓപ്പൺ എന്ന് പറയുന്നത്. ഞാൻ ഇത് തന്നെയാണ് കൊടുക്കാറ്. ജസ്റ്റ് സേവ് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം. അടുത്ത ബിസിനസ് ഡീറ്റെയിൽസ് ആണ്. അതിൽ നിങ്ങളുടെ ബിസിനസ് നെയിം എന്താണെന്ന് പറഞ്ഞാൽ കൊടുക്കുക. ബിസിനസ് ടൈപ്പ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൊടുക്കുക. അഡ്രസ്സ് ഫുൾ അഡ്രസ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ കാറ്റലോഗ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമാണ്. ഇത് രണ്ടും നമുക്ക് വേറെ സ്ഥലത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട അത്യാവശ്യമില്ല. അതിന് എബോട്ടാണ്. ഇത് ചെറിയൊരു എബോട്ടസ് എന്താണോ ആ ഒരു എബോട്ടസ് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ടുണ്ടാവും, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലായിട്ട് മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് പ്രൊഫൈൽ നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇനി ബിസിനസ് ടൂൾസിലേക്ക് പോകാം. ബിസിനസ് ടൂൾസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റാ വെരിഫൈഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നെയിമല്ല നമ്മുടെ വാട്സപ്പ് പ്രൊഫൈലിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ടിക്ക് സിമ്പൽ വരുന്നുണ്ടാവും. കസ്റ്റമർ വരുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, മാൻഡേറ്ററി അല്ല. നെക്സ്റ്റ് നിങ്ങൾ നോക്കിയാൽ കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ആഡ് ന്യൂ ഐറ്റം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഇമേജ് വേണോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ആഡ് ചെയ്യുന്നുള്ളൂ. ഐറ്റം നെയിം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ലേഡി ലെഗ്സ് ഹെയർ സ്ട്രൈറ്റ്നർ എന്ന് ഞാൻ ആഡ് ചെയ്യുവാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പ്രൈസ് ചോദിക്കുന്നുണ്ട്. ഇതിൽ സെയിൽ പ്രൈസ് ഉണ്ട്. സെയിൽ പ്രൈസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ഓഫ് പ്രൈസ് കൊടുക്കുക. നമ്മുടെ പ്രൈസിൽ എന്ത് ചെയ്യുക, നമ്മളെ കട്ട് ഓഫ് പ്രൈസ് കൊടുക്കുക. സെയിൽ പ്രൈസിൽ നമ്മൾ ഒറിജിനൽ പ്രൈസ് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ ചാറ്റ് GPT പോവുക. ലേഡി ലെഗ്സ് ഹെയർ സ്ട്രൈറ്റ്നർ പ്രിപ്പയർ ഡിസ്ക്രിപ്ഷൻ ഫോർ ദിസ് പ്രൊഡക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ആക്കി തരും. ജസ്റ്റ് അത് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്താലായിട്ട് മതി. ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്യുവാണ്. കോപ്പി ചെയ്തു. ജസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ഇതിലേക്ക് പോയിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രി ഓഫ് ഒറിജിൻ കൊടുക്കണം. ഇന്ത്യ അല്ലെങ്കിൽ ചൈന എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. മോർ ഫീൽഡ്സ് നോക്കുക. ഇതിനകത്ത് വേറെ ഒന്നും കൊടുക്കാനായിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ടാവും. അതിൽ നിങ്ങളുടെ നമ്മളെ നെയിം കാര്യങ്ങൾ അഡ്രസ്സ് ചോദിക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇതിലിപ്പോൾ ചോദിക്കുന്നില്ല. വേണം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, പിന്നെ ജസ്റ്റ് സേവ് ചെയ്യുന്നുണ്ട്. സംതിങ് വെൻറ്റ് റോങ്ങോ. ഓക്കെ, അപ്പോൾ സേവിങ് ആയിട്ടുണ്ട്. ഓക്കെ, സേവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 5, 6, 7, 8 പ്രൊഡക്റ്റ് ഉണ്ട്. ഓരോന്നും ഓരോ കാറ്റഗറിയാണ്. ഫോർ എക്സാമ്പിൾ ഒരെണ്ണം ഹെയറിന് വേണ്ടിയിട്ട്, അതുപോലെ 2-3 എണ്ണം സ്കിന്നിന് വേണ്ടിയിട്ട്, പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസിന് കണ്ണിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ
നിങ്ങൾ എന്താ നമ്മൾ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കളക്ഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് 3 ഡോട്ട്സ് ടോപ്പ് റൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കളക്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കളക്ഷൻസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂ കളക്ഷൻ ഉണ്ട്. അതിൽ എന്താ ആഡ് ചെയ്യാൻ, ഇപ്പം ഹെയർ ബേസ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ ഹെയർ പ്രൊഡക്ട്സ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് ഏത് പ്രൊഡക്റ്റൊക്കെയാണ് വേണ്ടത് അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഒരു പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2-3 പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു 10-15 പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിനെല്ലാം കളക്ഷനിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ സ്കിന്ന് എന്താണോ കളക്ഷൻ വേണ്ടത് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ വന്നിട്ട് നോക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു കളക്ഷൻ്റെ രീതിയിലായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത്, അതുപോലെ കളക്ഷൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എൻ്റെ ഇമേജ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഞാൻ ലോഗോ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് പോവാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രീറ്റിംഗ് മെസ്സേജ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, ടേൺ ഓൺ ചെയ്യുക. ടേൺ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ കൊടുക്കാനുള്ളത് അത് കൊടുക്കുക. താങ്ക് യു ഫോർ കോൺടാക്റ്റിംഗ് ലേഡി ലക്സ്, പ്ലീസ് ലെറ്റ് us know how we can help you. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമേറ്റഡ് മെസ്സേജ് ആണ്. ഒരു കസ്റ്റമർ ഒന്ന് നമുക്ക് ഹായ്ന്നോ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മെസ്സേജ് റിപ്ലൈ ആയിട്ട് പോകും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് റിപ്ലൈ പോവുകയാണ്. നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത് ആ ഒരു രീതിക്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ബാക്കി റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ മാനുവലി കസ്റ്റമർ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇതൊരു ഗ്രീറ്റിംഗ് മെസ്സേജ് പോലെയാണ്. ഫസ്റ്റ് ഒരു കസ്റ്റമർ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മെസ്സേജ് പോകുന്നുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആൾറെഡി ആഡ് ചെയ്തിട്ടുള്ളത് തന്നെ എനിക്കിവിടെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈം എടുക്കുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗൂഗിൾ പേയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മളെ UPI ID എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്താൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഡയറക്റ്റ് മെറ്റയിൽ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മെറ്റയിൽ തന്നെ ആൾറെഡി നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മെറ്റയിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല, മെറ്റ ആഡ്സ് മാനേജറിനെ പറ്റി അറിയില്ലെങ്കിൽ എൻ്റെ ആ 4 hours വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഫേസ്ബുക്കിൻ്റെ ആഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, മെറ്റ ആഡ്സ് മാനേജറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഫുള്ളായിട്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ അത് ജസ്റ്റ് പോയി വാച്ച് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോർട്ട് ലിങ്ക് എന്നുണ്ട്. ഷോർട്ട് ലിങ്ക് വേറെ ഒന്നുമല്ല, ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഈ QR കോഡ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റിലേക്ക് വരാൻ പറ്റും എന്നുള്ള രീതിക്ക് നമുക്ക് കൊടുക്കാം. അതുപോലെ കോപ്പി ലിങ്ക് നമ്മളിപ്പോൾ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഇടാം. കസ്റ്റമർ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യാനായിട്ട് വരും. QR കൊടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അഡ്വർടൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനാണ്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റ ആഡ്സ് മാനേജർ വഴി ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക, പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പം ഇത് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് മെറ്റ ആഡ്സ് മാനേജർ വെച്ചിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇനി വാട്സപ്പ് അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം. കാരണം അത്ര എടുത്ത് കാണിക്കാനായിട്ടൊന്നും ഇതിൻ്റെ അകത്തില്ല. നമുക്ക് മെറ്റ ആഡ്സ് മാനേജർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി ചെയ്യാനായിട്ടുള്ളത് മെറ്റ ആഡ്സിലാണ്. നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രീ ആണ്. വാട്സപ്പ് ഫ്രീ ആണല്ലോ, വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ ഫേക്കായിട്ട് കൊടുത്തതിന് ചിലപ്പോൾ വാട്സപ്പ് ബാൻ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് ഒരു പ്രതീക്ഷ. പക്ഷേ നിങ്ങൾ ഫേക്കായിട്ട് കൊടുത്തതിന് കസ്റ്റമർ റിപ്പോർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ബാനാവുന്ന ഇഷ്യൂസ് ഉണ്ട്. ഇത് കാരണം ബാനായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബാനാവുന്ന അവരെ പോളിസീസിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. നമ്മൾ ഫേക്ക് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കറക്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ചെറിയ ഫേക്ക് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. മൊത്തത്തിൽ അങ്ങ് ഫേക്ക് കൊടുക്കാതിരിക്കുക. കറക്റ്റായിട്ടുള്ളത് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാട്സപ്പിൽ ചെയ്യാനായിട്ടുള്ളത്.
നമ്മൾ ആദ്യം ബിസിനസ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, ലോഗോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, അതുപോലെ എന്താണ് കാറ്റലോഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. കാറ്റലോഗിൽ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിരിക്കണം, അതുപോലെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കസ്റ്റമറിന് വന്നു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റപ്പ് വരുന്നത്. അതുപോലെ ഞാൻ ക്യാൻവയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാൻവയിൽ നമുക്ക് ലോഗോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എടുത്ത് കാണിച്ചിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ നെക്സ്റ്റ് മാർക്കറ്റിങ്ങിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. സ്റ്റെപ്പ് 4 മാർക്കറ്റിംഗ് ആണ്. സോ നമുക്ക് സ്റ്റെപ്പ് 4ലേക്ക് പോകാം. സോ ഗൈസ്, നമ്മുടെ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മെറ്റാ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എമൗണ്ട് അടച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ നേരത്തെ വെബ്സൈറ്റ് വെച്ചാണ് നോക്കിയിരുന്നത്. വെബ്സൈറ്റിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് അടയ്ക്കണം. വാട്സപ്പ് ഫ്രീ ആണ്, നമുക്ക് പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് മെറ്റാ ടാഗല്ല, നമുക്ക് വെരിഫൈഡിൻ്റെ ആ ഒരു ബാഡ്ജ് വേണമെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കാം, അല്ലെങ്കിൽ നമ്മൾ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാട്സപ്പ് ഫ്രീ തന്നെയാണ്, നമ്മൾ വേറെ പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പൈസ ഇടണം. നമ്മൾ നമ്മുടെ വാട്സപ്പ് മാർക്കറ്റിങ്ങിലായാലും അതുപോലെ തന്നെ നമ്മുടെ മെറ്റാ ബിസിനസ് മാനേജറിലായാലും മെറ്റാ ആഡ്സ് മാനേജറിലായാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എമൗണ്ട് ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആഡ്സ് റൺ ആവത്തുള്ളൂ, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റാ ബിസിനസ് മാനേജർ വേണം. അപ്പോൾ മെറ്റാ ബിസിനസ് മാനേജർ അല്ലെങ്കിൽ മെറ്റാ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി വാച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ നല്ല രീതിയിൽ ലെങ്ത് ആവും. നിങ്ങൾക്ക് ആൾറെഡി അറിയാം, ഞാൻ 4 hours വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതുപോലെ വലിയ രീതിക്ക് ലെങ്ത്ത് വരും. അപ്പം ഈ വാട്സപ്പ് കൊണ്ടുള്ള ഡ്രോപ്പ് ഷിപ്പിങ്ങിന് അത്രയും നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. വേണമെന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, മെറ്റാ ആഡ്സ് മാനേജറിൻ്റെ ഫുൾ സെറ്റപ്പും കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് അതിൽ പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മെറ്റാ ആഡ്സ് മാനേജറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഡ്സ് റൺ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ആഡ്സ് റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ വേണം. വീഡിയോ നമ്മൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ എവിടെ നിന്നാണെന്ന് വെച്ചാൽ എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ലോഗോ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു 3 ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റും. നമ്മളതിനെ 1:1, അതുപോലെ 9:16, അതുപോലെ 16:9 എന്ന ഈ ഒരു ഫോർമാറ്റിൽ ഒരു വീഡിയോനെ ആക്കിയെടുക്കണം. ഈ 3 ഫോർമാറ്റാണ് നമ്മൾ മെറ്റാ ആഡ്സ് മാനേജറിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ ഫോർമാറ്റ് ഉണ്ട്, പക്ഷേ ഇതാണ് കുറച്ച് മെയിനായിട്ട് വരുന്നത്. ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും കാണിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ്. മീൻസ് ആഡ്സ് വരുന്ന സമയത്ത് എല്ലാ പ്ലേസിലും, റീൽസിലായാലും ഫീഡിലായാലും എല്ലാ സ്ഥലത്തും കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റുകളാണ്. അപ്പോൾ ആ ഫോർമാറ്റിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ക്യാൻവ കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതും നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ക്യാൻവയാണ് ഇതിലും എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആൾറെഡി ഒരു വീഡിയോ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റേ ആഡ്സ് മാനേജറിലേക്ക് ഇടാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാൻവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവയിലാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് കൊടുക്കുന്നു. നമുക്ക് 3 ഫോർമാറ്റിലാണ് വേണ്ടത്. 1:1 എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പിക്സൽ എന്ന് പറയുമ്പോൾ 1000 എന്നുള്ളതാണ്. അതുപോലെ 16:9 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് 1080p ആണ്. 1920 1080 ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ റീൽസ് ഫോർമാറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 1080x1920. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുന്നു. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ നമുക്ക് ആഡ് ചെയ്യണം. ഇതൊക്കെ പ്രീമിയം ടെംപ്ലേറ്റ്സ് ആണ്. ഓക്കെ, നമ്മളിതിപ്പോൾ ജസ്റ്റ് ഞാനിവിടെ അപ്ലോഡ്സ് എടുക്കുന്നു. അപ്ലോഡ്സ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്ലോഡ് ഫയൽസ് വീഡിയോ എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീനിൽ വരുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓഡിയോ കുറയ്ക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് സൈസിലാക്കി വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ലോഗോയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ലോഗോ ഞാൻ ഇവിടെ നിന്ന് എടുക്കുവാണ്. ജസ്റ്റ് അപ്ലോഡ് ഫയൽസ് നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ലോഗോ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഈ ലോഗോയിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രീമിയം ഫീച്ചറാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെന്താ ഇവിടെ ആട്ടോ എവിടെയാണ് നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മുടെ ആ ഒരു ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുന്നു. ഒപ്പാസിറ്റി കുറയ്ക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ സൂം ചെയ്തിട്ട് നോക്കുവാണ്. ട്രാൻസ്പെറൻസി എടുത്തു ജസ്റ്റ് ഞാനൊന്ന് ഡാർക്ക്നെസ് കുറയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ ഉണ്ട്. നമുക്കത് ഇവിടെ വയ്ക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെയാണ് വെക്കുന്നത്, കാരണം ഇതൊരു മിഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എന്നോ ഫ്രീ ഡെലിവറി എന്നോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇവിടെ എലമെൻറ്റ്സിൽ പോകുന്നു, COD അവൈലബിൾ എന്ന് ഞാൻ കൊടുക്കുവാണ്. കൊടുത്തു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ട് ഇതെല്ലാം പ്രീമിയം ഫീച്ചേഴ്സാണ്. ഇത് ബേസ് ചെയ്ത് ഇഷ്ടംപോലെ സംഭവങ്ങളും ഗ്രാഫിക്സൊക്കെ വരുന്നുണ്ടാവും. അപ്പം അതിൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും എടുത്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരെണ്ണം എടുക്കുവാണ്, COD അവൈലബിൾ. ഇത് ഞാനാണെങ്കിൽ ഒരു കോർണറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ കസ്റ്റമറിന് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമർ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എന്ന് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതല്ല നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ COD അല്ല, നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് തന്നെ എഴുതി വേണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ഇമേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് ചൂസ് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതാണ് ഇവിടെ വെക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ലോഗോ ഇവിടെ ഉണ്ട്, അതുപോലെ നമ്മുടെ COD എന്നുള്ള ആ ഒരു പോപ്പപ്പ് അല്ല, നമ്മുടെ ആ ഒരു സ്റ്റിക്കർ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു റേഷ്യോ സെറ്റായിട്ടുണ്ട്, നമുക്കിനി 2 റേഷ്യോസും കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇത് ജസ്റ്റ് ഞാൻ ഡൗൺലോഡ് കൊടുക്കുവാണ്. നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൂട്ടാം, ഇതും പ്രീമിയം ഫീച്ചേഴ്സാണ്. ഞാൻ ഇപ്പോൾ 1080p തന്നെ ഇടുവാണ്, ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുന്നു. ഡൗൺലോഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡൗൺലോഡഡ് ആയിട്ട് കിട്ടും. സോ ഗൈസ്, നമ്മുടെ വീഡിയോ അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റിന് നമുക്ക് 2 റേഷ്യോയും കൂടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ റീസൈസ് കൊടുക്കുവാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് റീസൈസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഹോം പേജിൽ പോയി പുതിയൊരു ഡിസൈനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടിയിട്ട് വരും. ഇത് നിങ്ങൾക്ക് പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ റീസൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഇവിടെ കസ്റ്റം സൈസ് കൊടുക്കുന്നു. രണ്ടാമത്തെ സൈസ് പറഞ്ഞാൽ നമ്മൾ 1000 × 1000 ആണ്. ഓക്കെ, കൊടുത്തു, ടിക്ക് കൊടുത്തു, റീസൈസ് ഡിസൈൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഓവറായിട്ട് ഇതിനെ ഇതാക്കുന്നില്ല, സൂം ആക്കുന്നില്ല, കാരണം ഓവറായിട്ട് സൂം ആയി കഴിഞ്ഞാൽ വൃത്തികേടാവും. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഞാനൊന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത്. കണ്ടൻ്റ് എല്ലാം അതിൻ്റെ തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ലോഗോനെ ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്യുകയാണ്. വേറെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ വിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളത് ഈ കോർണറിലേക്ക് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വീഡിയോ കസ്റ്റമറിന് കാണാനായിട്ട് പറ്റുന്നത്. ഇത് സ്ക്വയർ മോഡലിലുള്ളതാണ്, നിങ്ങളുടെ ഫീഡിലും ആ സ്ഥലത്തൊക്കെ വരുന്ന മോഡലിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2 ക്രിയേറ്റ് ചെയ്തതിന് ജസ്റ്റ് ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ നമുക്ക് ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം കൂട്ടാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് കൂട്ടുന്നില്ല, ഈ ഒരു മോഡൽ തന്നെ എടുക്കുവാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മുടെ അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പിന്നെ റീസൈസ് കൊടുക്കാം, കസ്റ്റം സൈസ് കൊടുക്കാം. ഞാനിവിടെ വിഡ്ത്ത് 1920, ഹൈറ്റ് 1080, 1080 കൊടുക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്തു, റീസൈസ് ഡിസൈൻ കൊടുത്തു. ഒരു ഉണ്ട് നമ്മളിപ്പം കോപ്പി ആൻഡ് റീസൈസ് ആണ് കൊടുത്തിട്ടുള്ളത്, അതാണ് 2 വന്നത്. റീസൈസ് കൊടുക്കുക, കസ്റ്റം സൈസ് കൊടുക്കുക, ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ടിക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഹൈറ്റ് 1080, ഇത് 90/20. ഓക്കെ, സോ റീസൈസ് കൊടുത്താൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത്. ജസ്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ വയ്ക്കുക. ഞാനിപ്പോൾ ഇതും കൂടുതലായിട്ട് സൂം ചെയ്യുന്നില്ല, നമ്മുടെ ആവശ്യത്തിന് വയ്ക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഫുള്ളാക്കുവാണ്. ഫുള്ളാക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇതിനൊന്ന് മിഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ബ്ലർ എഫക്റ്റിന് ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ,
അതേ പൊസിഷൻ നമുക്ക് ബാക്കിലോട്ട് ആക്കി കൊടുക്കാം. ബാക്ക്വേർഡ്. അപ്പോൾ ഈ വീഡിയോ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലേ ആവുന്ന സമയത്ത് ബാക്കിൽ ഇത് ബ്ലറായിട്ട് പ്ലേ ആവണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബ്ലർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ബ്ലർ ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, എലമെൻറ്റ്സ് എടുക്കുക, ബ്ലർ എന്ന് കൊടുക്കുക. അപ്പോൾ കുറേ ബ്ലറിൻ്റെ കാര്യങ്ങളിവിടെ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏതാണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു ബ്ലർ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഫുള്ളാക്കി ഇട്ട് കൊടുക്കുവാണേ. ഓക്കെ, ഇതിന് ഞാൻ എന്നിട്ട് പൊസിഷൻ ഞാൻ ബാക്കിലോട്ട് ആക്കി കൊടുക്കുവാണ്. ഓക്കെ, അതിൻ്റെ ഒപ്പാസിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് എത്ര ബ്ലർ വേണം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ബ്ലർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തതിനാൽ നമ്മൾ ആ ബ്ലർ മാറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് പോയിട്ട് ഞാൻ ട്രാൻസ്പാരൻസി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കും. ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വീഡിയോ ഒരേ സമയത്ത് കാണണമെന്നെങ്കിൽ ജസ്റ്റ് പ്രിവ്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ വരിക എന്നുള്ളത്. ഓക്കെ, ഇത് ഈ ഒരു രീതിയിലായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഷെയർ കൊടുത്തു, ഡൗൺലോഡ് കൊടുത്തു. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഫുൾ ബാക്ക്ഗ്രൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എഡിറ്റ് ഓപ്ഷൻസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ എഡിറ്റ് ഇത് ഡൗൺലോഡ് ആവട്ടെ. സോ ഈ ഒരു രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ടൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ട് ജസ്റ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിനാൽ ഇതുപോലെ ആളെ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇവിടെ മാജിക് മീഡിയയിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാം, ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഡ്സ് മാനേജറിലേക്ക് പോകാം. അപ്പം നമ്മുടെ ക്യാൻവയുടെ ഈ ഒരു റേറ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 699 രൂപയ്ക്കാണ് ലൈഫ് ടൈം ആയിട്ട്. ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ക്യാൻവ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വരെ ഉണ്ടാവും. 1 ഇയർ ആണെങ്കിൽ പോലും നമുക്ക് ലാഭമാണ്. എന്ന് പറഞ്ഞാൽ 1 ഇയറേ കിട്ടത്തുള്ളൂ എന്നല്ല, 1 ഇയർ ആണെങ്കിൽ പോലും നമുക്ക് ലാഭമാണ്. സോ വേണമെന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, താഴെ ലിങ്ക് കൊടുത്തിരിക്കുക. നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആഡ്സ് മാനേജറിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആഡ്സ് മാനേജർ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആഡ്സ് മാനേജറിൻ്റെ ഞാൻ ഫുൾ സെറ്റപ്പും കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ ആഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. വേണമെന്നുള്ളവരാണെങ്കിൽ പോയി വാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ആഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് വാട്സപ്പിലേക്ക് എങ്ങനെ ആഡ് തിരിച്ച് വിടാം എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. സോ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് വാട്സപ്പിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ആഡ് റൺ ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇത്രയും ദിവസം വെബ്സൈറ്റിൽ ആഡ് റൺ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെറ്റപ്പും കാര്യങ്ങളെല്ലാം സെയിം ആണ്. ആഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളൊരു പോയി വാച്ച് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓപ്ഷൻസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ലീഡ്സ് ഉണ്ട്. ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താണ് ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുന്ന രീതിക്കാണ് ലീഡ്സ് എന്ന് പറഞ്ഞാൽ. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മുടെ ഈ വാട്സപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ട്രാഫിക് മാത്രമാണ്. അത് ചിലപ്പോൾ സെയിൽസിൻ്റെ മൈൻഡോട് വരുന്ന ആളായിരിക്കത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ്. ഈ എൻഗേജ്മെൻറ്റ്, സെയിൽസ്, ഇതിൽ രണ്ടിലുമാണ് നമുക്ക് മെയിൻലി സെയിൽസ് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. എൻഗേജ്മെൻറ്റും ഓക്കെയാണ്, സെയിൽസും ഓക്കെയാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് സംസാരിക്കാനായിട്ട് വരുന്ന ആൾക്കാരാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിനെപ്പറ്റി അറിയാനായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമുക്ക് വേണമെങ്കിൽ സംസാരിച്ചതിന് ശേഷം അത് പർച്ചേസിലേക്ക് കൊണ്ടുപോകാം, കൺവേർഷനിലേക്ക് കൊണ്ടുപോകാം, എന്തിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. സോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എൻഗേജ്മെൻ്റ് ആണ്. സെയിൽസ് ആയാലും പ്രശ്നമൊന്നുമില്ല, ഞാൻ എൻഗേജ്മെൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് രീതിക്കുള്ള ആഡ് വേണമെന്ന് ചോദിക്കുന്നു. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ആഡിൻ്റെ നെയിം കൊടുക്കുക, ഹെയർ സ്ട്രൈറ്റ്നർ. ഓക്കെ, ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്തു. ഒരു താഴോട്ട് വരിക. താഴോട്ട് വന്നതിന് ശേഷം വേറെ ഒന്നും ഇതിൽ ചെയ്യാനായിട്ടില്ല. ജസ്റ്റ് നമ്മൾ രണ്ടാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എൻഗേജ്മെൻറ്റിന് ആഡ് സെറ്റ് നെയിം നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ആഡ് സെറ്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ഫേസ്ബുക്ക് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഫേസ്ബുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ സെറ്റപ്പ് വീഡിയോയിലുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ മെസ്സേജ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ മാനുവൽ ഡെസ്റ്റിനേഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നമ്പർ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് വരേണ്ടത് ആ ഒരു നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്പർ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്താലായിട്ട് മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് വാട്സപ്പിലേക്ക് ഈ മെസ്സഞ്ചറിൻ്റെ ടിക്ക് മാറ്റി കൊടുക്കുക. വാട്സപ്പിൻ്റെ ടിക്ക് എന്ത് ചെയ്യുക, ഓൺ ചെയ്യുക. നമ്പർ ഒന്നും കൊടുത്തിട്ടില്ലാത്തവർക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്പർ കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് കണക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. അപ്പോൾ OTP നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ഡെയിലി എമൗണ്ട് സ്പെൻഡ് ആവണം എന്ന് കൊടുക്കാനായിട്ട് പറ്റും. ഞാനപ്പോൾ അതിനൊരു 500 രൂപ കൊടുക്കുവാണ്. അപ്പോൾ കൊടുത്തതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ടാർഗറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇപ്പം എഡിറ്റ് കൊടുക്കുകയാണ്, ഏതൊക്കെ ലൊക്കേഷനിലാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജമ്മു കാശ്മീരൊക്കെ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യുവാണ്, മീൻസ് അവിടെ ഒന്നും പോകണ്ട എന്നുള്ളത്. കാരണം അവിടെയൊക്കെ ഡെലിവറി ഒന്നും പോകത്തില്ല. ജമ്മു ആൻഡ് കാശ്മീർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന് കുറച്ച് സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഏതൊക്കെ സ്ഥലങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്നുള്ളത്. മീൻസ് ഇപ്പം എന്തെങ്കിലും കലാമിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് നടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നടക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നടക്കുന്ന സ്ഥലത്ത് അവിടെ ഒന്നും ഡെലിവറി ആവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞാൽ താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഡിയൻസ് സജഷൻ എന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ആണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് കിടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരിലേക്ക് കാണിച്ചു കൊടുത്തോളും. എങ്ങനെയുള്ള ആൾക്കാരിലേക്കാണ് കാണിക്കേണ്ടതെന്ന് തന്നെ തീരുമാനിച്ച് അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് കാണിച്ചു കൊടുത്തോളും. ഇവിടെ നിങ്ങൾ ഒരിക്കലും സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻ ആക്കരുത്. പക്ഷേ നമുക്കിവിടെ ഓഡിയൻസ് സജഷൻ കൊടുക്കാം. AI കുറച്ചുകൂടെ പെട്ടെന്ന് ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സജഷൻ കൊടുക്കാം. അപ്പോൾ സജഷനിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ എന്താണോ വേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏജ് 18 to ഒരു 50 ഞാൻ കൊടുക്കുവാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജെൻഡർ ഉണ്ട്. എൻ്റെ ഹെയർ സ്ട്രൈറ്റ്നർ ആയതുകൊണ്ടാണ് ഞാൻ വുമൺ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്ട്രൈറ്റ്നർ നമ്മൾ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഹെയർ സ്ട്രൈറ്റ്നർ നോക്കുവാണ്. ഹെയർ സ്ട്രൈറ്റ്നർ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹെയർ സ്ട്രൈറ്റനിങ്ങും കൊടുക്കാം. അടുത്ത് ഞാൻ ഒരു 3 ടാർഗറ്റ് കൊടുക്കുവാണ്. ഹെയർ കെയറും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹെയർ പ്രൊഡക്ട്സ്, ഹെയർ കെയർ ഉണ്ടോ നോക്കട്ടെ. ഹെയർ കെയർ, ഓക്കെ, ഹെയർ കെയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 ടാർഗറ്റ് എടുത്തിട്ടുണ്ട്. ഈ 4 ടാർഗറ്റ് നിങ്ങൾക്ക് ChatGPTയിലൊക്കെ പോയി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാർഗറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റിനനുസരിച്ച് നിങ്ങൾ എന്താ ഇവിടെ ടാർഗറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഹെയർ സ്ട്രൈറ്റ്നർ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ, ഞാൻ ഇതിൻ്റെ സെറ്റപ്പിൻ്റെ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇതിൽ ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. നമുക്ക് എങ്ങോട്ടാണോ മെസ്സേജ് വരേണ്ടത്, കസ്റ്റമർ നമ്മുടെ ആഡ് ക്ലിക്ക് ചെയ്ത് ഏത് വാട്സപ്പിലേക്കാണോ വരേണ്ടത് ആ ഒരു നമ്പർ വേണം ഇവിടെ കൊടുക്കാനായിട്ട്. ഓക്കെ, സോ ഗൈസ്, നമ്മളിപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആഡ് നെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഞാൻ ഹെയർ സ്ട്രൈറ്റ്നർ ആഡ് എന്ന് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഐഡൻറ്റിറ്റിയിൽ ഫേസ്ബുക്ക് പേജ് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഇവിടെ ഒരെണ്ണം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇത് മാത്രം വന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മറ്റേ സെറ്റപ്പിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി വാച്ച് ചെയ്താലായിട്ട് മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആഡ് സെറ്റപ്പിൽ ഞാൻ ക്രിയേറ്റ് ആഡ് കൊടുക്കുകയാണ്. സിംഗിൾ ഇമേജ് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് ക്രിയേറ്റീവിൽ വീഡിയോ ആഡ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഒരു വീഡിയോ കാണാം. ഇത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ഇവിടെ അപ്ലോഡ് കൊടുക്കുന്നു. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്തേക്ക് ഓപ്പൺ ചെയ്യുന്നു. സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ 3 വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. പ്രോസസ്സിംഗ് ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇത് അപ്ലോഡ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മളെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം യുവർ വീഡിയോ ഹാസ് ബീൻ അപ്ലോഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ട്രിം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മാത്രമേ കറക്റ്റായിട്ട് വരുന്നുള്ളൂ. ഇതിലൊക്കെ കുറേ ബ്ലാങ്ക് ഏരിയാസ് വരുവാണ്. അപ്പോൾ റീപ്ലേസ് കൊടുക്കുക. എന്നിട്ട് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റീപ്ലേസ് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാം കറക്റ്റ് സൈസിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മോഡലൊന്നും ആഡ് റൺ ആവത്തില്ല.
നമ്മൾ കറക്റ്റായിട്ട് റേഷ്യോ കൊടുത്തിട്ടില്ലെങ്കിൽ റൺ ആവത്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് നമുക്കിവിടെ പ്രൈമറി ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ChatGPT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ChatGPT എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, പ്രിപ്പയർ എ ടൈറ്റിലല്ല, പ്രൈമറി ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് headline for meta ads of product hair straightener. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഹെയർ സ്ട്രൈറ്റ്നർ ഞാൻ അല്ലെങ്കിൽ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഹെയർ സ്ട്രൈറ്റ്നർ 2-in-1 വിത്ത് അത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് തരും. ഞാൻ ഇപ്പോൾ ഹെയർ സ്ട്രൈറ്റ്നർ ഒന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമ്മളെ ബ്രാൻഡ് നെയിം ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രൈമറി ടെക്സ്റ്റ്, ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് തരും. ജസ്റ്റ് നമുക്ക് ഇതങ്ങനെ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യുക, ഹെഡ്ലൈൻ, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, ഡിസ്ക്രിപ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാൾ ടു ആക്ഷൻ ബട്ടണിൽ സെൻഡ് വാട്സപ്പ് മെസ്സേജ് എന്നുണ്ട്, അല്ലെങ്കിൽ കോൺടാക്റ്റ് അസ് എന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാനിപ്പോൾ സെൻഡ് വാട്സപ്പ് മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്കിതൊക്കെ ക്ലിക്ക് ചെയ്തിടാം. എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പം ഒരാൾക്ക് ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഇതായിരിക്കും കാണിക്കുന്നത്. അത് തന്നെ നോക്കിയിട്ട് കാണിച്ചോളൂ, നമ്മളത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓൺ ചെയ്തിടുവാണ്. അതുപോലെ ഇത് ഞാൻ അപ്ലൈ ഹാൾ കൊടുക്കുവാണ്. മീൻസ് തന്നെ എല്ലാവരെയും കാണിച്ചെടുത്തോളൂ. ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു ടൈറ്റിൽ കാണിച്ചു കൊടുക്കും, ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു ഹെഡ്ലൈൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ കാണിച്ചു കൊടുത്തോളും, നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ, നമ്മൾ എല്ലാ ഓപ്ഷൻസും ഓണാക്കിയിടുക, എല്ലാ ഒപ്റ്റിമൈസേഷൻ ഓണാക്കിയിടുക. അത് കഴിഞ്ഞിട്ട് അതർ ആക്റ്റീവ് എൻഹാൻസ്മെൻറ്റ് എടുക്കുക, അതിൽ നമ്മൾ ഓൺ ചെയ്തിടുക. ജസ്റ്റ് ഡണ്ണ് കൊടുക്കുക. ഇപ്പോൾ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ആഡ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് എല്ലാ റേഷ്യോയിലും ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മളെ വലിയ വീഡിയോ, അതുപോലെ നമ്മുടെ സ്ക്വയറിലുള്ള വീഡിയോ, അതുപോലെ നീളത്തിലുള്ള വീഡിയോയും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ടാവും. പിന്നെ ഇവിടെ നിങ്ങൾക്കൊന്ന് കാണിക്കുന്നുണ്ടാവും, ആഡ് അൺഡെലിവറബിൾ ടു ഇൻസ്റ്റാഗ്രാം എക്സ്പ്ലോർ ഹോം എന്നുള്ളത്. ഇതിൽ നമ്മൾ ഇമേജ് ആണ് കൊടുക്കേണ്ടത്. ഇത് കൊടുത്തില്ലെങ്കിലും വലിയ ആവശ്യമൊന്നുമില്ല, കാരണം ഇവിടെ വന്ന് ആരും പർച്ചേസ് ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ ഇത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോവുക. താഴോട്ട് പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്ന് നോക്കുക. ഒന്നും കൊടുക്കാനായിട്ടില്ല. നിങ്ങൾക്കിവിടെ ഗ്രീറ്റിങ്സ് കൊടുക്കാനായിട്ട് പറ്റും. മീൻസ് ഇപ്പോൾ ഒരു കസ്റ്റമർ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലേക്ക് വരും. എന്നിട്ട് അവർക്ക് വരുന്ന മെസ്സേജ് ഇതായിരിക്കും, ഹലോ ക്യാൻ ഐ ഗെറ്റ് മോർ ഇൻഫോ ഓൺ ദിസ്. എന്നിട്ട് അവർ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് നമുക്ക് വരും. അപ്പോൾ നമ്മളിത് കൊടുക്കുന്ന സമയത്ത് അവർ ഈ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളൊരു ഗ്രീറ്റിംഗ് മെസ്സേജ് ആൾറെഡി നമ്മളെ വാട്സപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അയക്കുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ സെറ്റ് ചെയ്ത് വെച്ച മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആഡിൽ വരുന്നത്. ജസ്റ്റ് എന്നിട്ട് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത ആഡ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് എറർന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ പേയ്മെൻറ്റ് ആഡ് ചെയ്തിട്ടില്ല. പേയ്മെൻറ്റ് നമ്മൾ ബില്ലിങ്ങിൽ പോയി ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് എങ്ങനെയാണ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഗൈഡ് മാത്രമാണ്. ബാക്കി ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആ വീഡിയോയിലുണ്ടാവും. നിങ്ങൾ അതിൽ പോയി വാച്ച് ചെയ്താൽ മതി. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രോസസ്സിംഗ് എന്ന് കാണാനായിട്ട് പറ്റും. പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഒരു 1 or 2 hours ആഡ് റൺ ചെയ്ത് തുടങ്ങും, ആഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. കസ്റ്റമറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ടാവും. എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കസ്റ്റമർ ഡയറക്റ്റ് അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പിലേക്ക് വരും. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ആ ഒരു ഫോൺ നമ്പർ എന്ന് പറയുന്നത്, നമ്മുടെ വാട്സപ്പ് ബിസിനസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചാൽ എനിക്ക് റിപ്ലൈ ഒന്നും വരത്തില്ല, കാരണം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ബിസിനസ്സിൽ. നമ്മളിവിടെ ആൾറെഡി ഗ്രീറ്റിങ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 14 days ഇനാക്റ്റീവ് ആയിട്ടിരുന്നിട്ട് പിന്നെ മെസ്സേജ് അയക്കുന്ന ആൾ, മീൻസ് ഫസ്റ്റ് ടൈം മെസ്സേജ് അയക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ 14 ദിവസത്തിന് ശേഷം മെസ്സേജ് ഒന്നും അയക്കാതെ പിന്നെ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഗ്രീറ്റിംഗ് മെസ്സേജ് കാണിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ ഈ നമ്പറിലേക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് വരും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ആ ഒരു നമ്പർ എടുക്കുവാണേ. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അവർ ചോദിക്കുവാണ്
നമ്മുടെ കസ്റ്റമർ ചോദിക്കുകയാണ് ഐ വാണ്ട് ടു ഓർഡർ എന്താണ് ഹെയർ സ്ട്രൈറ്റ്നർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു മെസ്സേജ് വരുന്നുണ്ടാവും. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ കാറ്റലോഗ് എടുക്കുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറിന് ഈ ഒരു രീതിയിലായിരിക്കും അവർക്ക് എത്തുന്നത്. അവർക്ക് കുറേ ഇമേജസ് ഉണ്ടെങ്കിൽ അത് കാണാനായിട്ട് പറ്റും. വ്യൂ കൊടുക്കുക, വ്യൂ കൊടുത്തേക്കും കസ്റ്റമർ വ്യൂ കൊടുക്കും. കസ്റ്റമർ ഇവിടെ വ്യൂ ക്ലിക്ക് ചെയ്യും. വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ ആഡ് ടു ഓർഡർ റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ അവർ ക്ലിക്ക് ചെയ്യും. അതിന് വ്യൂ ഓർഡർ റിക്വസ്റ്റ്, സെൻഡ് ഓർഡർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ഓർഡർ റിക്വസ്റ്റ് വരുന്നുണ്ടാവും. നമുക്ക് വ്യൂ റിസീവ്ഡ് കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് കാണാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇട്ട് കൊടുക്കും. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്താണ് നമ്മുടെ UPI ID ഇട്ട് കൊടുക്കും. UPI ID അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് ചെയ്യും, അതിലേക്ക് പേയ്മെൻറ്റ് തരും. നമ്മൾ പിന്നെ അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മൾ അങ്ങനെ അത് ഫുൾഫിൽ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാട്സപ്പിൽ നമ്മൾ ഓർഡർ എടുക്കുന്നത്. സോ നമുക്ക് ഓർഡർ എല്ലാം വന്നു, നമ്മൾ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഓർഡർ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓർഡർ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ സപ്ലയറുമായിട്ട് ഡീൽ വെച്ചിരിക്കുന്നത് പോലെയാണ്. മീൻസ് ഇപ്പോൾ സപ്ലയറാണ് ഷിപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ സപ്ലയറിന് അയച്ചു കൊടുത്താൽ മതി. സപ്ലയറിന് സാധനം കസ്റ്റമറിലേക്ക് എത്തിച്ചോളും. അല്ല നമ്മളാണ് ഷിപ്പ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഡെലിവറിയോ അല്ലെങ്കിൽ ഷിപ്പ് റോക്കറ്റോ എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ചെറിയൊരു ചാർജ് ഉണ്ടാവും. 100 രൂപ 200 രൂപയൊക്കെ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഷിപ്പിംഗ് ചാർജ് നമ്മൾ പേ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പിക്കപ്പ് അഡ്രസ്സും ഡെലിവറി അഡ്രസ്സും കൊടുക്കാനായിട്ടുണ്ടാവും. അപ്പോൾ പിക്കപ്പ് അഡ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. ഡെലിവറി അഡ്രസ്സിൽ നമ്മളെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കുന്നത്. സോ അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൊറിയർ സർവീസ് എവിടെയാണ് പിക്കപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അവിടെ പോയി സാധനം എടുത്തതിന് ശേഷം ഈ ഡെലിവറി പ്ലേസിലേക്ക് കൊണ്ട് എന്ത് ചെയ്യും, ഡെലിവറി ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് കിട്ടും. സപ്ലയറിന് നമ്മൾ ആൾറെഡി പ്രൊഡക്റ്റ് കോസ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞു. അതുപോലെ പ്രോഫിറ്റും എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓർഡർ ഫുൾഫിൽമെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത്. സിമ്പിളാണ്. പിന്നെ ഒന്നുകൂടെ അതിൻ്റെ പ്രോസസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു. അതുപോലെ നമ്മൾ സപ്ലയറിനെ കണ്ടുപിടിക്കുന്നു. സപ്ലയറായിട്ട് നമ്മൾ ഡീലും കാര്യങ്ങളൊക്കെ വെക്കുന്നു. എങ്ങനെയാണ് ഓർഡർ വരേണ്ടതെന്നല്ല, ഓർഡർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീലും കാര്യങ്ങളൊക്കെ വെക്കുന്നു. അതുപോലെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളിപ്പം ഹെയർ സ്ട്രൈറ്റ്നറാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ 399 റുപ്പീസിനാണ് ഇട്ടിട്ടുള്ളെങ്കിൽ നമ്മളൊരു 100 റുപ്പീസിനോ 150 റുപ്പീസിനൊക്കെ കിട്ടുന്ന രീതിക്കായിരിക്കും നമ്മൾ ഡീൽ വെച്ചിട്ടുണ്ടാവുക. സോ നമുക്കൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോസ്റ്റ് എന്ത് ചെയ്യും, സപ്ലയറിന് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി ആയതിനു ശേഷം എന്ത് ചെയ്യും, ആ ഒരു കോസ്റ്റ് നമ്മൾ സപ്ലയറിന് അയച്ചു കൊടുക്കും. ഇപ്പോൾ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു, സപ്ലയറായിട്ട് ഡീലും കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ മാർക്കറ്റിങ്ങിലേക്ക് പോകുന്നു. മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യും. മാർക്കറ്റിംഗ് കണ്ടിട്ട് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് കസ്റ്റമർ അത് ക്ലിക്ക് ചെയ്ത് നമ്മളെ വാട്സപ്പിലേക്ക് വരുന്നു. നമ്മൾ കസ്റ്റമറുമായിട്ട് സംസാരിച്ചിട്ട് ഡീല് ക്ലോസ് ചെയ്യുന്നു. മീൻസ് കസ്റ്റമറിനെ കൊണ്ട് സെയിൽ എടുപ്പിക്കുന്നു. നമ്മൾ പേയ്മെൻറ്റും അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം മേടിക്കുന്നു. പേയ്മെൻറ്റ് മേടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, COD നമുക്ക് വെക്കാം. COD വെക്കുന്ന സമയത്ത് ഡെലിവറി ആയിക്കഴിഞ്ഞാൽ ഷിപ്പിംഗ് കൊറിയറിൻ്റെ അടുത്തു നിന്നായിരിക്കും നമുക്ക് പൈസ വരുന്നത്. മീൻസ് ആരാണോ ഡെലിവറി ആ ഡെലിവറി ഏജൻറ്റ് പോയിട്ട് എന്ത് ചെയ്യും, കസ്റ്റമറിന് ഇത് പൈസ മേടിക്കും. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ കയ്യിലേക്ക് പൈസ കൊണ്ട് എത്തിച്ച് തരുന്നത്. പക്ഷേ പ്രീപെയ്ഡ് ആണെങ്കിൽ നമുക്ക് ആൾറെഡി പ്രൈസ് നമ്മുടെ കയ്യിൽ ആദ്യം തന്നെ കിട്ടുന്നുണ്ടാവും. നമ്മളെ QR കോഡ് വഴിയോ UPI വഴിയോ കസ്റ്റമർ ആൾറെഡി പേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഷിപ്മെൻറ്റിൽ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് പൈസ അയച്ചു തരേണ്ട കാര്യമോ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഷിപ്പിംഗ് ചാർജ് അടയ്ക്കണം, അല്ലാതെ വേറെ എമൗണ്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. എന്ത് ചെയ്തു, നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ മാർജിൻ കിട്ടി. സപ്ലയറിന് നമ്മളെ പ്രൊഡക്റ്റ് കോസ്റ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. സോ അപ്പോൾ ക്യാൻവ പ്രോ വേണം എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. മീൻസ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാനുള്ള ലിങ്ക് ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം വീഡിയോയുടെ സ്പീഡ് കൂടുതലാണെന്നറിയാം, കാരണം എനിക്ക് സമയമില്ല. അതുപോലെ തന്നെ എൻ്റെ സംസാരം ആൾറെഡി നല്ല സ്പീഡാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സജഷൻ, വീഡിയോനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ കമൻറ്റ് ചെയ്യുക, ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക.
സോ ഓക്കെ ഗൈസ്, മേക്ക് യുവർ സെയിൽസ്. ബൈ.